ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം 66. മഴ പൊഴിയുന്നതുപോൽ മിഴിയിങ്കൽ ഒഴുകിയൊലിച്ചുരുകിത്തിരിവുള്ളവും പഴമൊരു ഭക്തജനം ഭവസാഗര കുഴിയതിൽ നിന്നു കടന്നു കശ്മലൻ ഞാൻ. ഭവസാഗരക്കുഴി, സംസാരസമുദ്രമാകുന്ന കുഴി. കശ്മലൻ, പാപി, നിന്ദ്യൻ. മഴ പൊഴിയുന്നതുപോലെ എൻ്റെ കണ്ണുനീർ ഒഴുകിയൊലിക്കുകയും നിന്റെ തിരുവുള്ളം ഉരുകുകയും ചെയ്തു. ഒപ്പം അങ്ങയുടെ പഴയ ഭക്തനും കശ്മലനുമായ ഞാൻ ഭവസാഗരക്കുഴിയിൽ നിന്നു കരേറി. ഈശ്വരകാരുണ്യം എത്ര എളുപ്പത്തിൽ സംസാരസമുദ്രം കടത്തുന്നു. മഴ പെയ്യുന്നതുപോലെ കണ്ണിൽ നിന്നും ഭക്തി കൊണ്ടുള്ള ആനന്ദാശ്രുക്കൾ ധാരധാരയായി പുറപ്പെട്ട് ഭഗവാൻ കുടികൊള്ളുന്ന ഹൃദയം അലിഞ്ഞു ഭവാങ്കൽ ചേരുമ്പോൾ ചിരകാലമായി അങ്ങയുടെ ഭക്തനായി കഴിയുന്ന പാപിയായ ഞാൻ സംസാര സമുദ്രത്തിനടിയിൽ നിന്നും കരപറ്റി എന്നു കരുതാം. ചിരകാലം ഭജിച്ചതുകൊണ്ട് മാത്രമായില്ല, ഭഗവത് ചിന്തയിൽ ആനന്ദാശ്രു പൊഴിച്ച് ഭക്തിയിൽ മനസ്സുരുകി ഉള്ളിലുള്ള ഭഗവാനോട് ചേരാൻ കരുത്തുണ്ടാകുമ്പോഴേ സംസാരമോക്ഷം സാധ്യമാവൂ. പ്രാരാബ്ധം നിമിത്തം സദാ ഭഗവാനെ ചിന്തിച്ച് ആനന്ദാശ്രു പൊഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദിവസം ഒരു നേരമെങ്കിലും അതിന് സാധ്യമാകണമെന്നാണ് ഭക്തൻ കൊതിക്കുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത്. ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓം